ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലരുടെ തീരുമാനങ്ങൾ ദൈവവചനത്തിന് മുമ്പാകെ ശക്തമായിട്ട് പറയുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇവിടെ നമുക്ക് സക്കായിയുടെ തീരുമാനം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകരുടെ തീരുമാനമായി ദിവസങ്ങളിൽ തുടർമാനമായിട്ട് പറയുവാൻ തമ്പുരാൻ എനിക്ക് ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സക്കായിയുടെ തീരുമാനം. സക്കായി ആരാണെന്നോ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ആരാ? ചുങ്കക്കാരിൽ പ്രമാണിയാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചുങ്കം പിരിക്കുന്ന ആളാണ്. ദൈവത്തിന് സ്തോത്രം. ചുങ്കമെന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് പിരിക്കുന്നതാണ്. അത് ഒരുപാട് ചിലരോടൊക്കെ കൈക്കൂലി വാങ്ങിക്കും, ഒത്തിരി ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു മനുഷ്യനാണ് ഈ സക്കായി എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുപക്ഷെ മത്തായി ചുങ്കക്കാരനായിരുന്നു, യേശുവിനെ അനുഗമിച്ചു, യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു. ആ മത്തായി ഒരുപക്ഷെ സക്കായിയോട് പറഞ്ഞു കാണാം, ഇങ്ങനെ ഒരുവനുണ്ട് എന്ന് സക്കായിയോട് പറഞ്ഞു കാണാം. എന്നാൽ അവൻ എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ദൈവത്തിന് സ്തോത്രം ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ അതാഗ്രഹിച്ചതേ ഉള്ളൂ, യേശുവിനെ ഒന്ന് കാണണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. ആളിക്കുറിയവനാ. ജനത്തിരക്ക് കൊണ്ട് ഭയങ്കര, യേശു എവിടെ പോയാലും യേശുവിൻ്റെ കൂടെ വലിയൊരു വലിയ ജനസംഖ്യ യേശുവിൻ്റെ കൂടെ പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജനം തിങ്ങി നിറഞ്ഞ് യേശുവിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് ഈ ആളിക്കുറിയവനായതുകൊണ്ട് യേശുവിനെ കാണുവാൻ അവന് കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അവന് ഈ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു വഴിയായി വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന് സ്തോത്രം, യേശു നിന്നെ കാണും. അതാ ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എത്ര പേര് യേശുവിനെ കാണാൻ ആഗ്രഹിക്കും? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും നിന്നെ യേശു കാണും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അവസ്ഥകൾ യേശു മാറ്റും. നിൻ്റെ പ്രയാസങ്ങൾ മാറ്റും. നിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റും. ഹല്ലേലൂയ. പരാജയങ്ങളെ മാറ്റി ഒരു വിടുതൽ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് യേശുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. ഇവന് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ ആളിയിൽ കുറിയവനായതുകൊണ്ട് അവന് കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഓടി ഒരു കാട്ടത്തിന്മേൽ കയറി എന്നാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് അവൻ ആ സ്ഥലത്ത്, യേശു ആ സ്ഥലത്തുകൂടെ എത്തിയപ്പോൾ മേലോട്ട് നോക്കിയെന്ന്. ഹല്ലേലൂയ. അതാ, നീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച നിന്നെ യേശു കാണും. നിൻ്റെ പേരും നാളും നിൻ്റെ എല്ലാം യേശുവിനെ അറിയാം. പ്രിയമുള്ളവരെ, മേലോട്ട് നോക്കിയിട്ട് അവൻ വിളിക്കുക, സക്കായിയെ, വേഗം ഇറങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനെ കാണാനൊന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. എന്നാൽ അവനെ കണ്ടവൻ യേശു പറയുക, നീ വേഗം ഇറങ്ങി വരിക, നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പാർക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ നാമം, എത്ര വലിയ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ള. നീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച നിൻ്റെ ഭവനത്തിൽ യേശു വരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റും, നിൻ്റെ പ്രയാസത്തെ മാറ്റും. നമുക്കറിയാം, ഹല്ലേലൂയ, കാനാവിലെ വീട്ടിൽ യേശു കടന്നു എന്നതുകൊണ്ട് അവിടുത്തെ പോരായ്മകളെ പരിഹരിച്ചതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിൻ്റെ പോരായ്മകളെ പരിഹരിക്കുവാൻ നിൻ്റെ കർത്താവ് മതിയായവനാ. പ്രിയമുള്ളവർ, യേശുവിനെ കാണുവാനെന്ന് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചവൻ്റെ ഭവനത്തിൽ യേശു കടന്നു വന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. അതാ വിടുതൽ. ദൈവം പ്രിയമുള്ളവരെ, യേശു ആ ഭവനത്തിൽ കടന്നു വന്നതുകൊണ്ട് സക്കായിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ജനമൊക്കെ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു. അതൊക്കെ പറയും, ജനം എന്തും പറഞ്ഞോട്ടെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. നീ യേശുവിനെ സ്വീകരിച്ചാൽ യേശു നിൻ്റെ ഭവനത്തിൽ കടന്നു വരും. നിൻ്റെ ഹല്ലേലൂയ കാര്യങ്ങൾക്ക് ഒരു വ്യത്യസ്തത വരും. പ്രിയമുള്ളവരെ, നിൻ്റെ പരാജയത്തെ വിടുതലാക്കി കർത്താവ് നൽകിത്തരും. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാവിലെ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയത്, സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ
പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് അവൻ തീരുമാനിക്കുക കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തെങ്കിലും അന്യായമായിട്ട് വാങ്ങിച്ചിട്ട് അവൻ വാങ്ങിച്ചു, ഒരുപാട് അന്യായമായിട്ട് വാങ്ങിച്ച് കൂട്ടിയതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകും. അതിൻ്റെ 4 മടങ്ങ് കൊടുക്കുമെന്ന് അവൻ തീരുമാനമെടുത്തത്. ദൈവത്തിന് സ്തോത്രം. മൊത്തം വിറ്റ് വറക്കി അവൻ അതിൻ്റെ 4 മടങ്ങ് ഞാൻ കൊടുക്കുമെന്ന് തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അതാ സക്കായിയുടെ തീരുമാനം. ആ തീരുമാനത്തെ സ്വർഗം അംഗീകരിച്ചെന്ന ദൈവത്തിന് സ്തോത്രം. അവനെ ഹല്ലേലൂയ ഒരുപാട് അന്യായമായി വാങ്ങി കൂട്ടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഒത്തിരി അവൻ അന്യായമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്. അവൻ ചുങ്കക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാതെ സമ്പാദിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ, ദൈവത്തിന് അത് ഉദകത്തില്ലെന്ന് ദൈവജനം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആവശ്യമില്ലാതെ ഒന്നും നമ്മൾ സമ്പാദിച്ച് കൂട്ടല്ലേ. ദൈവഹിതമനുസരിച്ച് മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാവൂ പ്രിയമുള്ളവരെ. ദൈവഹിതമനുസരിച്ച് ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ആവശ്യമില്ലാതെ ഹല്ലേലൂയ ഇന്ന് അനേകർ എങ്ങനെ കൂട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പാദിക്കണം, എനിക്ക് ഒരുപാട് വാങ്ങി കൂട്ടണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജനം ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, വിട്ടോടേണ്ടതായ ഏറ്റവും ഒന്നാമത്തെ കാര്യം നീ ദൈവത്തിന് സ്തോത്രം ദ്രവ്യാഗ്രഹം നീ വിട്ടുകളയണമെന്ന ദൈവജനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദ്രവ്യാഗ്രഹം ഒരിക്കലും ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല പ്രിയമുള്ളവർ. ഇന്ന് അനേകർ ഹല്ലേലൂയ എങ്ങനെങ്കിലും കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നടക്കും. ഒരുവൻ ഹല്ലേലൂയ യേശു പറഞ്ഞ ഒരു ഉപമയാണ് ദൈവത്തിന് സ്തോത്രം. ഒരുവൻ ഹല്ലേലൂയ ഒത്തിരി സമ്പാദിച്ചു കൂട്ടി. അവൻ പറയുക, ഞാൻ ഒരുപാട് സമ്പാദിച്ചു, എൻ്റെ കളപ്പുരകളൊക്കെ ഇനി അതിനകത്ത് കൂട്ടിവെക്കുവാൻ സ്ഥലമില്ല, ഞാൻ പൊളിച്ചു പണിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പൊളിച്ചു പണിയും. ഞാൻ കൂട്ടിയതെല്ലാം അതിനകത്ത് ഹല്ലേലൂയ ഞാൻ ശേഖരിച്ചു വെക്കും. ഹല്ലേലൂയ. യേശു അവനോട് പറയുക, ദൈവത്തിന് ഈ രാത്രി നിന്റെ ജീവനെ ഞാൻ എടുത്താൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ കൂട്ടിവെക്കുന്നത് പലപ്പോഴും അനുഭവിക്കുവാൻ ഒക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്ത കൂട്ടി വെച്ചിട്ട് സമ്പാദിക്കുന്നത് ഒന്നും ഉതകത്തില്ലെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. ഇവൻ അതുകൊണ്ട് എടുത്ത തീരുമാനം എന്തുവാ? സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ എൻ്റെ വസ്തുവകയിൽ, പെട്ടെന്ന് അവൻ തീരുമാനമെടുക്കും. അതാ അവൻ്റെ മാറ്റം, അതാ അവൻ്റെ മാനസാന്തരം. ദൈവത്തിന് സക്കായിയുടെ മാനസാന്തരം. യേശു യേശുവിനെ കാണുവാൻ സക്കായി ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി പ്രിയമുള്ളവരെ. യേശു അവനെ അവൻ്റെ വീട്ടിലേക്ക് കടന്നു പോയെന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നീ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ യേശു അതിനു മുമ്പേ നിന്നെ കാണും. നിൻ്റെ അവസ്ഥകളെ മാറ്റും, നിൻ്റെ പരാജയത്തെ മാറ്റും. നിനക്ക് വിടുതലായി ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകല് പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ ധൂർത്തുപുത്രൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അവിടെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനിടയായി. നമ്മുടെ യേശു തള്ളിക്കളയത്തില്ല പ്രിയമുള്ളവരെ. അവൻ നമ്മളെ സ്നേഹിക്കുന്നവനാ, അവൻ നമ്മളെ കരുതുന്നവനാ, അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ. നല്ലൊരു നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നീ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ നിന്നെ കാണുവാൻ, നിൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ, നിൻ്റെ പരാജയത്തെ മാറ്റുവാൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടോ. എന്നിട്ട് അവൻ പറയുക, കർത്താവെ ഞാൻ തിരിച്ചു കൊടുക്കുക, അതിൻ്റെ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുന്നു. അവൻ്റെ തീരുമാനം അതാ എന്ന് പറഞ്ഞു. എന്നിട്ട് ശിവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ദൈവത്തിന് രക്ഷയില്ലാത്ത വീട്, വിടുതലില്ലാത്ത വീട് യേശു കടന്നു വന്നപ്പോൾ ആ വീടിന് അവൻ്റെ തീരുമാനത്തിന് മുമ്പിലാണ് അവൻ്റെ വീടിന് രക്ഷ വന്നത്. അതാ കർത്താവ് അംഗീകരിച്ചത്. അവൻ്റെ തീരുമാനത്തെ കർത്താവ് അംഗീകരിച്ചു പ്രിയമുള്ളവരെ. അതുകൊണ്ട് പറയുക, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് കർത്താവ് ആരെ തേടിയാ വന്നത്? കാലിലെ പാപികളെയും ദോഷികളെയുമായ അവരെ നമ്മെ തേടി വന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നണയാം പ്രിയമുള്ളവർ. ആ കർത്താവ് നമുക്ക് വേണ്ടി നല്ലതേ ഒരുക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് വലിയവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. അവൻ വിടുതൽ അയക്കുന്നവനാ. യാതൊരു സംശയവുമില്ല.
ദൈവപാദപീഠത്തെങ്കിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച സക്കായിയെ യേശു കണ്ടു. ഹല്ലേലൂയ. അവൻ്റെ ഭവനത്തിൽ കടന്നുപോയി. അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചപ്പോൾ ദൈവം തമ്പുരാൻ അവനെ അംഗീകരിച്ചു, അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീടിന് രക്ഷ വന്നുവെന്ന് പറയത്തക്കോണം ദൈവത്തിൻ്റെ കാര്യം ആ ഭവനത്തിൽ ചലിപ്പിച്ചതോർത്ത് ഞങ്ങളിനെ സ്തുതിക്കുന്നു. കർത്താവിന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം അവരുടെ മേൽ ചലിപ്പിക്കണമേ. ഒരു വലിയ വിടുതൽ അവിടെ നിന്ന് അയക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.